മലബാർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രവീഥികളിലൂടെ എന്ന പരിപാടിയിൽ മലപ്പുറം ജില്ലയിലെ പെരുവക്കാട് ദേശത്ത് ഒലിപ്പുഴയുടെ തീരത്തെ അതിപുരാതനമായ തൃപ്പാക്കട ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഐതിഹ്യങ്ങളും വിശേഷങ്ങളുമാണ് ഇന്ന് നാം അറിയുന്നത്. ഒലിപ്പുഴ ഭഗവാന്റെ തൃപ്പാദങ്ങളിലൂടെ ഒഴുകുന്നത് കൊണ്ട് തന്നെ ഈ ദേശത്തിന് തൃപ്പാദം കടവ് എന്നായിരുന്നു പേര്. പിന്നീട് അത് ലോപിച്ച് തൃപ്പാക്കട എന്നായി ചുരുക്കപ്പെട്ടു. 3500 വർഷത്തോളം പഴക്കം വരുന്ന ഈ ക്ഷേത്രം രാജഭരണത്തിന് കീഴിലായിരുന്നു. ഒരിക്കൽ രാജകുടുംബത്തിൽ കെട്ടുകല്യാണം എന്ന ചടങ്ങ് നടത്തിക്കൊടുക്കുവാൻ ഈ ക്ഷേത്രത്തിലെ പാരമ്പര്യ കഴകപ്രവൃത്തി ചെയ്തിരുന്ന ഒരു സ്ത്രീയോട് ആവശ്യപ്പെട്ടു. കഴകപ്രവൃത്തി ചെയ്യുന്നവരാണ് മുഹൂർത്ത സമയത്ത് ഈ ചടങ്ങ് നടത്തിക്കൊടുക്കേണ്ടത് എന്നിരിക്കെ ഈ സ്ത്രീയുടെ മകന് സംസാരശേഷിയില്ലാത്തതിനാൽ ഈ ചടങ്ങ് നടത്തുവാൻ സാധിക്കുകയുമില്ല. തൻ്റെ മകന് സംസാരശേഷിയില്ല എന്ന് അറിയുന്ന രാജാവ് തന്നെ ഈ കഴകപ്രവൃത്തിയിൽ നിന്നും ഒഴിവാക്കുവാൻ മനഃപൂർവ്വം ഈ അവസരം ഉപയോഗിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഈ രാജകൽപ്പന കേട്ടതു മുതൽ അവർ പരിഭ്രാന്തയായി. അവർ താൻ സേവിക്കുന്ന വിഷ്ണുപാദത്തിൽ ശരണം പ്രാപിച്ച് സംസാരശേഷിയില്ലാത്ത തൻ്റെ മകനെ കൊണ്ട് എങ്ങനെയാണ് മുഹൂർത്തം നടത്തിക്കൊടുക്കുവാൻ സാധിക്കുക എന്ന് പറഞ്ഞ് കണ്ണുനീർ പൊഴിച്ചു. അത്താഴ പൂജ കഴിഞ്ഞ് പൂജാപാത്രങ്ങളെല്ലാം കഴുകിവച്ച് നാലമ്പലത്തിൻ്റെ വാതിലുകളെല്ലാം അടച്ച് സംസാരശേഷിയില്ലാത്ത തൻ്റെ മകനെ ഓർത്ത് കരഞ്ഞ് നാമം ജപിച്ച് ആ രാത്രി ഭഗവാന്റെ മുൻപിൽ അവർ അഭയം പ്രാപിച്ചു. ബ്രാഹ്മമുഹൂർത്തത്തിൽ ക്ഷേത്രനട തുറക്കേണ്ട സമയമായി. വേഗം കുളി കഴിഞ്ഞ് അവർ ക്ഷേത്രത്തിൻ്റെ മുൻവാതിൽ തുറന്നപ്പോൾ അമ്മേ എന്ന് ഉച്ചത്തിൽ വിളിച്ച് ഓടി വരുന്ന തൻ്റെ മകനെ കണ്ട് ആ അമ്മ അത്ഭുതത്തോടെ നോക്കി നിന്നു. ഒരൊറ്റ രാത്രി കൊണ്ട് തൻ്റെ പ്രാർത്ഥന കേട്ട് തൻ്റെ മകന് സംസാരശേഷി നൽകിയ ആ മഹാചൈതന്യത്തിനു മുൻപിൽ അവർ നമസ്കരിച്ച് ആ ദിവ്യ ചൈതന്യത്തിൻ്റെ ശക്തി മനസ്സിലാക്കുകയും ചെയ്തു. ക്ഷേത്രസന്നിധിയിൽ കെട്ടുകല്യാണത്തിനെത്തിയ രാജകുടുംബം ഈ അത്ഭുതം കണ്ട് അവരുടെ നിഷ്കളങ്ക ഭക്തി തിരിച്ചറിഞ്ഞ് ആ ദിവ്യ ചൈതന്യത്തിനു മുൻപിൽ കൈകൂപ്പി നിന്ന് ഇവരെ കഴകപ്രവൃത്തിയിൽ നിന്നും ഒഴിവാക്കുന്നതിന് മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണ് ഈ കെട്ടുകല്യാണം എന്ന് പറഞ്ഞ് ഭഗവാനോട് താൻ ചെയ്ത തെറ്റിന് മാപ്പ് അപേക്ഷിച്ച് അതിന് പ്രായശ്ചിത്തമായി ക്ഷേത്രവും ക്ഷേത്ര സ്വത്തുക്കളും ആ അമ്മയ്ക്കും മകനും കാരായ്മയായി നൽകുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ക്ഷേത്രത്തിലെ മണിക്കിണറിന് ഒലിപ്പുഴയുമായി ഭൂഗർഭമാർഗം ബന്ധമുണ്ട്. ഒലിപ്പുഴയിലെ ജലം ഉയർന്ന ക്ഷേത്ര മണിക്കിണറിലും ആ അവസ്ഥ കാണുന്നു. ഔഷധ ഗുണമുള്ള മണിക്കിണറിലെ ജലം മാനസിക വിഭ്രാന്തിക്കും ത്വക്ക് സംബന്ധമായ രോഗങ്ങൾക്കും മറ്റും ഫലപ്രദമായി കാണുന്നു. അതുകൊണ്ട് തന്നെ ദൂരദേശത്തുള്ളവർ വരെ ഈ ജലം സ്വഭവനങ്ങളിലേക്ക് കൊണ്ടുപോകുകയും അവർക്ക് അതിൻ്റെ ഫലം ലഭിക്കുന്നു എന്നതും മണിക്കിണറിലെ ജലത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ക്ഷേത്ര ശ്രീകോവിലിനോട് ചേർന്ന് പ്രതിഷ്ഠയുള്ള ഗണപതിക്ക് വളരെ പ്രാധാന്യമാണ് ഇവിടെ. വളരെ അപൂർവമായിട്ടാണ് പ്രധാന ശ്രീകോവിലിനോട് ചേർന്ന് പ്രതിഷ്ഠകൾ വരുന്നത്. കൊട്ടാരക്കര ക്ഷേത്രത്തിലെ ഗണപതിയെ പോലെ തന്നെ ഉണ്ണിയപ്പം ഏറെ പ്രിയങ്കരമാണ് ഇവിടുത്തെ ഗണപതിക്കും. ഉണ്ണിയപ്പം വഴിപാട് നടത്തുന്നവർക്ക് പെട്ടെന്ന് കാര്യസാധ്യം നടത്തിക്കൊടുക്കുന്ന ഉണ്ണി ഗണപതിയാണ് ഇതെന്ന് അനുഭവസ്ഥരുടെ വാക്കുകളിൽ നിന്നും വ്യക്തം. ദിനംപ്രതി 20-ലേറെ ഉണ്ണിയപ്പം വഴിപാടാണ് ഇവിടെ നടക്കുന്നത്. ഗണപതിക്ക് മുൻപിൽ നാളികേരം ഉടച്ച് പ്രാർത്ഥിക്കുന്നതും കറുകമാല ചാർത്തുന്നതും സർവ്വവിഘ്നങ്ങളും അകലുന്നതിന് ഏറെ ഫലം കണ്ടുവരുന്ന വഴിപാടാണ്. വർഷം തോറും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഉത്സവനാളിൽ നടത്തിവരുന്നു. തൃക്കൈവെണ്ണയും പഞ്ചസാര പായസവും ശ്രീ മഹാവിഷ്ണുവിൻ്റെ ഏറെ പ്രിയപ്പെട്ട വഴിപാടാണ്. ഈ വഴിപാടുകൾ ഭഗവാന് നൽകി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ഭഗവാൻ തൽക്ഷണം നടത്തിക്കൊടുക്കുന്നു എന്നാണ് ഭക്തജന വിശ്വാസം. മംഗല്യഭാഗ്യത്തിന് ശ്രീ മഹാവിഷ്ണുവിന് മഞ്ഞപ്പട്ടും താലിയും സമർപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട വഴിപാടാണ്. ഈ വഴിപാട് സമർപ്പിച്ച് വിവാഹം നടന്ന നിരവധി വധൂവരന്മാരാണ് ഇവിടെ വീണ്ടും എത്തി ഭഗവത് ദർശനം നടത്തുന്നത്.
ക്ഷേത്ര ശ്രീകോവിലിൻ്റെ വലതുഭാഗത്തായി വേട്ടയ്ക്കൊരു മകനും, നാലമ്പലത്തിനു പുറത്ത് ഭഗവതിയും അയ്യപ്പനും നാഗക്കാവിൽ നാഗദൈവങ്ങളും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ഭഗവതിക്ക് വർഷത്തിൽ മഹാഗുരുതിയും മഹാഭഗവതി സേവയും നടന്നുവരുന്നു. ചെറുഗുരുതി, മുട്ടറക്കൽ, താലിചാർത്തൽ, ചെമ്പരത്തിമാല, രക്തപുഷ്പാഞ്ജലി എന്നിവ ഭഗവതിക്ക് ഏറെ പ്രധാനപ്പെട്ട വഴിപാടുകളാണ്. ക്ഷേത്രത്തിൻ്റെ വടക്കുഭാഗത്ത് ക്ഷേത്രപാലകനും ഗുരുസങ്കല്പസ്ഥാനവും ഉണ്ട്. അയ്യപ്പന് എള്ളുതിരിയും നീരാജനവും ഏറെ പ്രിയപ്പെട്ട വഴിപാടുകളാണ്. ഉത്രാടം നക്ഷത്രത്തിൽ നിത്യബലിതർപ്പണവും, കർക്കടകം, തുലാം, കുംഭം എന്നീ മാസങ്ങളിലെ അമാവാസി ദിവസം ബലിതർപ്പണ കർമ്മവും ഇവിടെ നടന്നുവരുന്നു. തിരുനാവായ ക്ഷേത്രത്തിൻ്റെ മുൻപിലൂടെ ഭഗവാന്റെ പാദങ്ങളെ തൊട്ടൊഴുകുന്ന ഭാരതപ്പുഴ പോലെ തന്നെ ഇവിടെ ഭഗവാന്റെ പാദങ്ങളെ തഴുകി ഒഴുകുന്ന ഒലിപ്പുഴയുടെ തീരത്തെ ബലിതർപ്പണം എന്നത് ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിക്കുന്ന പിതൃതർപ്പണം എന്നതുകൊണ്ട് തന്നെ ഏറെ പ്രാധാന്യമാണ് ഇവിടുത്തെ ബലിതർപ്പണത്തിന്. പിതൃതർപ്പണം നടത്തി ഭഗവാന് നെയ്വിളക്കും പാൽപ്പായസവും നടത്തിയാൽ പിതൃമോക്ഷം ലഭിക്കുമെന്നാണ് ദേവപ്രശ്നവിധി. മീനമാസത്തിലെ രോഹിണി നക്ഷത്രത്തിലാണ് ഭഗവാന്റെ പ്രതിഷ്ഠാദിനം. അന്നേ ദിവസം തന്നെയാണ് ഭഗവാന്റെ ആറാട്ട് ചടങ്ങും നടക്കുന്നത്. 6 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഉത്സവ ചടങ്ങുകൾ. ശ്രീകൃഷ്ണ ജയന്തിയും ഗുരുവായൂർ ഏകാദശിയും ഏറെ പ്രാധാന്യത്തോടെ ഇവിടെ ആഘോഷിക്കുന്നു. ഒരു ക്ഷേത്രത്തിൻ്റെ ഉയർച്ചയും ജീർണതയും ആ നാടിനെയും അവിടുത്തെ ഗൃഹങ്ങളെയും അവിടെ നിവസിക്കുന്നവരെയും ബാധിക്കും എന്നത് പലയിടങ്ങളിലും തെളിയിക്കപ്പെട്ടിട്ടുള്ള വസ്തുതയാണ്. ഒരു ക്ഷേത്രത്തിൻ്റെ നാശം ആ നാടിൻ്റെ നാശമാണ്. അതുകൊണ്ട് തന്നെ ക്ഷേത്ര ജീർണോദ്ധാരണം ഒരു നാടിൻ്റെ കടമയാണ്. അത് നമ്മുടെ 7 തലമുറകൾക്ക് കൈമാറിപ്പോകുന്ന പുണ്യകർമ്മമാണ്. തന്നെ സേവിച്ച ഭക്തയുടെ പ്രാർത്ഥന ഒറ്റ രാത്രി കൊണ്ട് അവരുടെ മകന് സംസാരശേഷി കൊടുത്ത സാക്ഷാൽ വൈകുണ്ഠവാസി വാണരുളുന്ന ഈ ദേശത്ത് ജനിക്കാൻ സാധിച്ചത് തന്നെ മഹാഭാഗ്യമെന്ന് ഇവിടെ ഓരോ ഭക്തനും വിശ്വസിക്കുന്നു. ഓം നമോ നാരായണായ.